കാരണം എന്താ വെച്ചാൽ നമ്മുടെ കഴിവും നമ്മുടെ അധ്വാനവും മാത്രമാണ് മനുഷ്യനെ മുന്നോട്ട് ജീവിക്കുന്നത്, നയിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മൾക്ക് ഒരു ശക്തിയിൽ വിശ്വസിക്കുക എന്ന് തോന്നുന്നത്. ഞാനൊരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. അതിന് ഏത് രൂപമാണെന്നോ എന്ത് പേരാണെന്നോ എന്നോട് ചോദിക്കരുത്. ആ ഒരു രീതിയിലാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, എന്റെ ദൈവം, എന്റെ മതം എല്ലാം എന്റെ കലയാണ്. എന്റെ ഭരതനാട്യം എന്നുള്ള ഡാൻസ് ഫോമാണ്. അപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഒരു പൂജാരി ആ പ്രതിഷ്ഠയില് പൂവ് അർപ്പിക്കുന്നതിനേക്കാളേറെ ഒരു പക്ഷേ ഒരു കലാകാരനും ഒരു ഐറ്റം ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ അവരെ പൂജിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മതം മാറിയോ എന്നും അന്വേഷിച്ചു. തനിക്ക് മതം ഇല്ലെന്നാണ് മറുപടി നൽകിയത്. മുൻപൊരിക്കൽ ഗുരുവായൂരിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും മതേതര വേദികൾ കൂടുതൽ ലഭ്യമാക്കണമെന്നും മൻസിയ ന്യൂസ് 18നോട് പറഞ്ഞു. CV അനുമോദിന്റെ റിപ്പോർട്ട്. മതപരമായ നിയന്ത്രണങ്ങളും വേലിക്കെട്ടുകളും തീർത്ത പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് കലാലോകത്ത് സ്വന്തമായ ഇടം നേടിയ കലാകാരിയാണ് മൻസിയ BP. ഈ കലാകാരിയെ കഴിഞ്ഞ ദിവസം കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ നൃത്തവേദിയിൽ നിന്നും ഒഴിവാക്കി. അതിന്റെ കാരണം മൻസിയ തന്നെ പറയും. എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു വിവരം അറിയിച്ചത്? എന്നെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, മൻസിയ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നൃത്തോത്സവത്തിന് പേര് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല പ്രാക്ടീസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളിലോ വിളിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത് ദേശീയ നൃത്തോത്സവമാണല്ലോ, ഞാൻ വലിയതായിട്ട് ചോദ്യം ചെയ്തതല്ല, ദേശീയ നൃത്തോത്സവമാണല്ലോ, അപ്പം ഇങ്ങനെയുള്ള ഇതുണ്ടാവാതില്ല. മാത്രമല്ല, ഞാൻ അഹിന്ദു അല്ല, വേറെ ഒന്നുമല്ല, ഞാൻ മനുഷ്യരാണ്. എനിക്ക് അങ്ങനെ റിലീജിയൻ ബേസ് ഉണ്ടായിരുന്നു, മുസ്ലിം മതവിശ്വാസിയായിരുന്നു. പിന്നെ പല അനുഭവങ്ങൾ കൊണ്ട് ഞാനത് ഇന്ന് മതമില്ലാണ്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ ഹിന്ദുവിലോട്ട് കൺവേർട്ടായോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, മതമില്ലാത്ത ഒരാളെ എങ്ങോട്ട് കൺവേർട്ട് ആവാനാണ്, ഞാൻ മതമില്ലാണ്ടാണ് ജീവിക്കുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ ആളാണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും തീർത്തും ഹിന്ദു കൾച്ചറിൽ ജീവിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിലാണ് ഇപ്പം 3 മാസമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മതമില്ലാത്ത മനസ്സേയും ബാക്കി അവിടെ 4 പേരും കൃത്യം ഹിന്ദു ഫോളോവേഴ്സ്, ദീപം കൊളുത്തി, അങ്ങനെ. അത് ഞങ്ങൾ പരസ്പരം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങോട്ടും ചോദ്യം ചെയ്തിട്ടില്ല, ഇങ്ങോട്ടും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അറിയാം എന്താണ് ഇന്ത്യ എന്നുള്ളൊരു ബഹുസ്വര രാജ്യത്ത് ഇത് ഓക്കെയാണ്, മതമില്ലാത്തതും മതമുള്ളതും ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണ്. അപ്പം എന്നോട് വളരെ കൃത്യമായിട്ട് അറിഞ്ഞു, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞു കേട്ടോ, തൊഴാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആസ് എ ഭരതനാട്യം ഡാൻസർ എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മോശമാണെന്ന് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കതിൽ വളരെ സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ മനസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലല്ല മനസ്സിയുടെ നൃത്തം എന്ന് പറയുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷം വരും. കാരണം എന്താ വെച്ചാൽ കേരളം അങ്ങനെ ഒരു ലൈനിലും കലാകാരന്മാരെ നോക്കിക്കാണുമല്ലോ, കലാകാരനെ നോക്കിക്കാണുമല്ലോ എന്നുള്ള സന്തോഷം വരും. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഫോൺ വെച്ചു അവർ. പക്ഷെ ഒരു ക്ഷമാപണം നടത്തണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ വല്ല പ്രതിഷേധങ്ങളുണ്ടെങ്കിലോ നമ്മൾ വിളിച്ച് പറയുമ്പം ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക്, അറ്റ്ലീസ്റ്റ് ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്യാമായിരുന്നു. അവർ സ്റ്റേറ്റ്മെന്റ് നടത്തി ഫോൺ വെച്ചു. അപ്പോൾ ഇത് പുറത്തേക്ക് അറിയണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ പലതരത്തിൽ ഇപ്പം മതത്തിന്റെ ഇതില്ല, ജാതീയമായിട്ടൊക്കെ ഈ ക്ലാസിക്കൽ നർത്തകരും എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് അറിയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്.